Welcome to the session. Today we are going to discuss about ER models. So firstly, introduction of ER model. So the entity relationship model, ER model, is a conceptual model for designing a database. ER model എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇറ്റ്സ് എ കൺസെപ്ച്വൽ മോഡൽ. ആക്ച്വലി ഉള്ളൊരു മോഡലല്ല, ബട്ട് ഇറ്റ്സ് എ കൺസെപ്ച്വൽ മോഡൽ ഫോർ ഡിസൈനിങ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു കൺസെപ്ച്വൽ ആയിട്ടുള്ളൊരു മോഡലാണ് എന്ത്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ദിസ് മോഡൽ റെപ്രസെൻറ്റ്സ് ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഈ മോഡലിൽ ER മോഡലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറാണ് ഈ മോഡലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡിങ് എൻറ്റിറ്റീസ്, ദർ ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദം. ഈ ഒരു മോഡലിൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലിൽ എൻറ്റിറ്റീസ് ഉണ്ടാവും, എൻറ്റിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഇതായിരിക്കും മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതിൽ മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്സ് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റത്തത് എൻറ്റിറ്റി ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഡാറ്റ. ഒരു ഒബ്ജക്റ്റ് ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് എന്ത് പറയുന്നത്, എൻറ്റിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, കോഴ്സ്, കമ്പനി, ഇതൊക്കെ എന്താണ്, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. രണ്ടാമത്തത് ആട്രിബ്യൂട്ട്, പ്രോപ്പർട്ടി ദാറ്റ് ഡിസ്ക്രൈബ്സ് എൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത്, ആ പ്രോപ്പർട്ടീസിനെയാണ് എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിസ്ക്രൈബ് എൻ എൻറ്റിറ്റി. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലത്തെ സ്റ്റുഡൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉണ്ടാവുക, ആ സ്റ്റുഡൻസിന് ഒരു നെയിം ഉണ്ടാവും, റോൾ നമ്പർ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ഇമെയിൽ ID ഉണ്ടാവും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്, ആ സ്റ്റുഡൻസിൻ്റെ ആട്രിബ്യൂട്ടാണ്. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എൻ എൻറ്റിറ്റി. അല്ലെങ്കിൽ ഇപ്പം സ്റ്റുഡൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റുഡൻസ് ദാറ്റ് ഡിസ്ക്രൈബ്സ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റുഡൻറ്റ് ദാറ്റ് കുഡ് ഡിസ്ക്രൈബ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ടും അല്ലെങ്കിൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള എന്തൊക്കെയാണ് കണക്ഷൻസ്, എങ്ങനെയൊക്കെയാണ് കണക്ഷൻ വരുന്നത്, അതിനാണ് എന്ത് പറയുന്നത് റിലേഷൻഷിപ്പ്. എ കണക്ഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് എടുക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി എടുക്കുന്നു, ഒരു കോഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എടുക്കുന്നു. അപ്പോൾ എന്താണ്, ഇതും രണ്ടും എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസാണ്. പക്ഷെ എന്നിരുന്നാലും എന്താണ്, സ്റ്റുഡൻറ്റ് എൻറോൾസ് ഇൻ കോഴ്സ്. അതായത് ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ടാവും. അവിടെ എന്ത് വന്നു, രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ, രണ്ടും എൻറ്റിറ്റീസാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്, കോഴ്സ് എന്ന് പറയുന്നത് വേറെ ഒരു എൻറ്റിറ്റിയാണ്. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്തു, ഒരു റിലേഷൻഷിപ്പ് വന്നു. ആ റിലേഷൻഷിപ്പാണ് എന്ത്, എൻറോൾസ് ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, 3 കൺസെപ്റ്റാണ് ഏറ്റവും ബേസിക് ആയിട്ട് ER മോഡലിൻ്റെ പറയുന്നത്, എൻറ്റിറ്റി, ആട്രിബ്യൂട്ട് ആൻഡ് റിലേഷൻഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത്.